പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ VHP പ്രവർത്തകർ പുൽക്കൂട് തകർക്കുകയും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സംഭവം നമ്മൾ വാർത്തയിലൂടെ കണ്ടിരുന്നു. അതിനുശേഷം ഇന്നലെ തിരുവല്ലയിൽ കാറിലിറങ്ങിയ കുറെ ആളുകളെ മർദ്ദിച്ചു. അതിന് സ്ത്രീകൾ, കുട്ടികളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, മർദ്ദിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുമ്പോൾ ഈ വാർത്തയുടെ താഴെ വന്നൊരു കമന്റ് ഞാൻ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയൊരു അക്രമം, അരാജകത്വമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ പാലക്കാട് സംഭവം കൊണ്ട് തന്നെ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തിരുവല്ലയിലെ സംഭവം നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഒന്നുകൂടി മാന്തിപ്പൊളിച്ച് നോക്കുകയാണ്. എവിടെയെങ്കിലും ആ പരിസരത്ത് കൂടി ഒരു മുസ്ലിം പോയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഒന്നുകൂടി കൊഴുത്തേനെ എന്നുള്ള നിലക്ക് കാസ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ കെന്നഡി കരിമ്പുംകാലിൽ മാതൃഭൂമിയുടെ ഒരു ഡിബേറ്റിൽ അഭിലാഷ് ചോദിക്കുന്നുണ്ട് ഈ പാലക്കാട് എന്ന സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് മുമ്പ് ഒരു തമാശ ഈ അഭിലാഷ് പറയുന്നുണ്ട്, എത്ര വേണേലും തല്ലിക്കും, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിലുള്ള നിക്കാഹ് നടന്നതുകൊണ്ട് പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നുള്ളത് VHP വിശദീകരിച്ചത് താങ്കൾ കേട്ട് കാണും, പ്രതികരിക്കാം. ഒരു ക്രിബ് പൊളിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പം മാതിരി ഒരു വിഷയം എന്നെ പറയാൻ അനുവദിക്കണേ. ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കെന്നഡി കരിമ്പുംകാലായിൽ VHPയോട് പൊളിച്ചോ, എത്ര വേണമെങ്കിലും പൊളിച്ചോ. ഏതിരുന്നാലും ഈ കമന്റ് ഞാനൊന്ന് വായിക്കാണ്. കമന്റ് വന്നിരിക്കുന്ന ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ്, ഷാബു എന്ന് ശരി. പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്ന എഴുത്ത് നമുക്ക് വിളിച്ചോതുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മനോഭാവം എന്താണ്. കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും രാഷ്ട്രീയമായി ഒരുമിച്ച് നിന്നാൽ ആർക്കാണ് ദോഷം? ആർക്കും ദോഷമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ യഥാർത്ഥ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ യഥാർത്ഥ ഹിന്ദു, മുസ്ലിമും ക്രൈസ്തവനൊക്കെ ഒറ്റക്കെട്ടാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ഏതാനും ദിവസത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പിസ്ഥാന്റെ മകൻ മാനവ സഞ്ചാരം എന്നൊരു പരിപാടി നടത്തി. ആ പരിപാടിയിൽ നിങ്ങൾ കണ്ടു കാണും, രാവിലത്തെ സൗഹൃദ സഞ്ചാരമുണ്ട്. അതിൽ സന്യാസി വര്യന്മാരുണ്ട്, പാതിരിമാരുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, നാനാജാതിയിൽപ്പെട്ട മനുഷ്യർ, വിവിധ രാഷ്ട്രീയ തുറകളിലുള്ളവരുണ്ട്. എല്ലാവരും കൈകോർത്ത് പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിന്നാരം പറഞ്ഞൊക്കെയുള്ള ആ പോക്ക് കാണുമ്പോൾ എന്തൊരു സുന്ദരമായ കാഴ്ചയായിരുന്നു, എന്ത് വർണ്ണാഭമായിരുന്നു. കേരളത്തിൽ യഥാർത്ഥ മതേതര മനസ്സുള്ള മനുഷ്യരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഇങ്ങനെ സ്നേഹവും ഇഷ്ടവും ഇങ്ങനെയൊക്കെ ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മനുഷ്യർ ഒന്നിക്കുന്നതിൽ രണ്ട് കൂട്ടർക്കേ പ്രശ്നമുള്ളൂ. ഒന്ന് സംഘപരിവാറിനും മറ്റൊന്ന് കാസ ക്രിസംഗിക്കും. അല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഒന്നും ഒരു പ്രശ്നമില്ല. ഈ രണ്ടാമത്തെ ഞങ്ങൾ ഒന്നിച്ചാൽ, നിങ്ങൾ ഒന്നിച്ച് നിന്നിട്ടില്ലേ? കാസക്കാരെ, സംഘപരിവാറിന്റെ പ്രവർത്തകർ, നിങ്ങൾ ഒന്നിച്ച് നിന്ന കാലയളവില്ലേ? നിങ്ങൾ ഭൂതകാലം ഒന്ന് പരിശോധിക്കൂ. ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യരുതെന്ന് പറഞ്ഞ ഹൈന്ദവ സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളാണ് എല്ലാം എന്ന് പറയുന്ന സംഘപരിവാറുകാരെ ഒന്ന് ഒറ്റക്കെട്ടായിരുന്നു. എല്ലാ ഹിന്ദുക്കളുമല്ല. അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാതെ സവർക്കറിന്റെ വാക്ക് കേട്ട് അതിൽ ആ നിലപാടിൽ ഉറച്ചിരുന്ന ആളുകളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പുറത്തോ രാഷ്ട്രീയപരമായിട്ടല്ലെങ്കിൽ പോലും ഇവിടെ ചില ആളുകൾ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു, അവരെ കാര്യലാഭത്തിന് വേണ്ടി. അതിന്റെ നേട്ടങ്ങൾ ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഗുണഫലങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നപ്പോൾ. അപ്പൊ നിങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ നിലപാടുകളിൽ രണ്ട് ദിശയിലായി ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. സംഘപരിവാറിനെ എന്തുകൊണ്ട് തലോടുന്നു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ഉത്തരം, വളരെ സിമ്പിൾ, നിലനിൽപ്പ് എന്നുള്ളത്. അല്ലാതെ സ്വന്തം ആശയത്തിനും ആദർശത്തിനും വേണ്ടി നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ തൃശ്ശൂര് ഭദ്രാസന മേധാവി അദ്ദേഹം പറഞ്ഞെന്താ, അവിടെ പുൽക്കൂട് തകർക്കും, ഇവിടെ മെത്രാമാരെ ആദരിക്കും എന്ന് പറഞ്ഞത് തൃശ്ശൂര് ഭദ്രാസന മേധാവിയാണ്. ക്രിസ്ത്യൻ സഭയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു സഭാ പിതാവാണത് പറയുന്നത്. ഭൂതകാലത്തിലേക്ക് പോയാൽ ഗ്രാൻഡ് സ്റ്റീനെ ആരാണ് ആക്രമിച്ചു കൊന്നത്? തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കാറിട്ട് കൊന്നതാരാ? സ്റ്റാൻ സ്വാമി ആക്രമിച്ചതാരാ? ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയതാരാ? ഗോവിന്ദ പൻസാരെയും കൽബുറിയൊക്കെ വധിച്ചതാരാ? ആശയങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്ന് ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അവർ മാനവികതയ്ക്ക് എതിരാണ്, അവർ മനുഷ്യത്വത്തിനെതിരാണ്. എന്നെങ്കിലും കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പോകുന്നത് കാണുന്നവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകുമ്പോൾ അതിന് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ സമഗ്രമായ പരിശോധന വേണം. മുസ്ലിമീങ്ങൾ, ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, മുസ്ലിം ഇക്കാലം അത്രയും ക്രിസ്ത്യാനികൾ അവരുടെ സുവിശേഷ പ്രസംഗങ്ങൾ
അവരുടെ ലഘുലേഖനങ്ങൾ ഇടയലേഖനങ്ങളൊക്കെ പല സ്ഥലത്തും വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അവരെ ആക്രമിച്ച ഒരു കൂട്ടരേ ഉള്ളൂ. സുവിശേഷ പ്രസംഗം നിർത്താൻ പറഞ്ഞു, ലഘുലേഖകൾ പിടിച്ചു വാങ്ങിയും അവരുടെ പ്രബോധന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതും ആക്രമിച്ചതും ഒരു കൂട്ടരേ ഉള്ളൂ. അതാരാണെന്ന് ഞാൻ പേര് പറയുന്നത് നിങ്ങൾക്കറിയൂലേ? നിങ്ങൾ ഒന്നിച്ചു നിന്നാലും, നിങ്ങൾ ഭിന്നിച്ചു നിന്നാലും, നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒറ്റക്കെട്ടായി മാർച്ച് നടത്തിയാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ഇതിന്റെ അപ്പുറമൊക്കെ കണ്ടിട്ട് വന്നതാ. ഈ നാട്ടിലെ യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ സിഖുകാരനും കൂടെ കൂടിയപ്പോഴാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യത്തിന്റെ മേലിലാണ് ഇന്ന് പലരും അടയിരിക്കുന്നത്. അവർക്കിതിനകത്ത് ഒരു അവകാശവും പറയാനില്ല. ഇത് മുസൽമാനും ഇത് യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ സിഖുകാരന്റെ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ഇവിടെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പിൻതലമുറക്കാരെ നിങ്ങൾ ഓലപ്പടക്കം കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കേണ്ട. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഒരു നാൾ മരണമുണ്ട്. അത് കൊലപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിശ്ചിതമായ കാലഘട്ടം കഴിയുമ്പോൾ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് കഴിയും. ഇനി ഭരണാധികാരികളോ? ഇവിടെ ആരെല്ലാം കഴിഞ്ഞു? കോഴിക്കോട് ടൗൺ ഹാളിന്റെ ചുവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഭരിച്ചവരെ, കേരളം ഭരിച്ചവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവരൊന്നും ഇന്നൊരു ചുമരിൽ ഒരു ചിത്രമായി, ഒരു മാലയുടെ ഭാഗമായി അവിടെ ഇങ്ങനെ നിശ്ചലമായി ഇരിക്കുന്നു. അതേപോലെ ഭൂതകാലത്തിൽ ഭാവിയിൽ എല്ലാവർക്കും വരാൻ പോകുന്ന അങ്ങനെയാണ്. ഭൂതകാലത്തേക്കുള്ള ഓർമ്മകളായി നമ്മൾ മാറും. അതുകൊണ്ട് എന്ത് കണ്ടിട്ടാണ് ഈ ഞെളിയുന്ന മനുഷ്യരെ? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്. അല്ല ഉസ്താദെ, നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ തന്നെ ഈ വിഷയത്തെ അഭിപ്രായം പറഞ്ഞു. ശരിയാണ്, ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാറില്ല. മാത്രമല്ല പുൽക്കൂട് തകർക്കാറുമില്ല, കരോൾ സംഘത്തെ ആക്രമിക്കാറുമില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള ഈസാ നബി എനിക്ക് പ്രവാചകൻ മാത്രമാണ്. അതേസമയത്ത് മറ്റൊരു കൂട്ടർക്ക് അത് ദൈവമാണ്, അതിന്റെ പേരിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാനതിനെതിരല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഈ രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന, ജനാധിപത്യ രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന, ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഏത് മതസ്ഥർക്കും ഏതും വിശ്വസിക്കാം. ആ വിശ്വാസത്തെ നമ്മൾ ഹനിക്കാതെയും തടസ്സപ്പെടുത്താതെയും അതിനെതിരെ ആക്രോശിക്കാതെയും അപകീർത്തിപ്പെടുത്താതിരുന്നാൽ മതി. അതാണ് മതേതരത്വവും മാനവികതയൊക്കെ. അല്ല എല്ലാവരും എല്ലാ വിശ്വാസത്തിന്റെ ഭാഗമാകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി അങ്ങനെ പറയുന്നവരുടെ പോലും മനസ്സിന്റെ അകത്ത് അത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സമീപ ദിവസം റിപ്പോർട്ട് ഞാനൊരു വാർത്ത വന്നിരുന്നു. കൽക്കുരിശിൽ അതിന്റെ ചുറ്റും അയ്യപ്പന്മാർ വലം വെക്കുന്നു. ഇത് വലിയൊരു സംഭവമായിട്ട് റിപ്പോർട്ട് ചാനലിൽ വന്നപ്പം ഗോകുൽ ആറന്മുള എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ആ തത്വം, അതിന്റെ യഥാർത്ഥ വിശ്വാസ സംഹിത ആകത്തുക അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശബരിമലക്ക് പോകുമ്പോൾ അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം പോകേണ്ടത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, പക്ഷേ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പ്രഹസനമായി മാറും. അതന്നെ, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാം, പക്ഷെ അതിനെ ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ അനുവർത്തിക്കുക എന്നുള്ളത് പ്രഹസനമാണ്, നാടകം മാത്രമാണ്. മതസൗഹാർദ്ദം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. അവരവരുടെ വിശ്വാസത്തിനും ആചാരത്തിനും ഉറച്ചു നിന്നുകൊണ്ട് മറ്റു മതത്തെയും അവരുടെ ആചാരത്തെയും ബഹുമാനിക്കുക ആണ് വേണ്ടത്. ഇത് കാണുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വരെ മനസ്സിലാകും ഇത് കാണിക്കാനും വാർത്താ പ്രാധാന്യം നേടാനും ഉള്ള പ്രഹസനമാണെന്ന്. ഒരു പള്ളിയിലച്ഛൻ, ഒരു പാസ്റ്റർ ഇതുപോലെ ശബരിമലക്ക് പോയപ്പോൾ അത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കിയ സംഭവം നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല, അവനവന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഹനിക്കാതിരിക്കുക, അവരുടെ വിശ്വാസങ്ങൾക്ക് നമ്മൾ വിഘാതം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.